നന്ദിനി, നന്ദിനി ചായ. നന്ദിനി, ഇവളിത് എവിടെ പോയി കിടക്ക? നന്ദിനി ചായ. നന്ദിനി, നന്ദിനി ചായ കിട്ടിയില്ല. അടുക്കളയിൽ അവര് രണ്ടുപേരും ഇല്ല. എവിടെ പോയി കിടക്കുവാണോ? സ്വാമിമാരല്ലേ, ഇനിയിപ്പോ രാവിലെ ക്ഷേത്രത്തിലോ മറ്റോ പോയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. എല്ലാം കരുതിക്കൂട്ടി ചെയ്യുന്നതാ. ഡാഡിയാ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നെ. എന്താ മമ്മി, അടുക്കളയിൽ നന്ദിനിയുമില്ല, രാജുവില്ല. എവിടെ പോയതാണെന്ന് അറിഞ്ഞൂടാ. എവിടെ പോവാൻ? പുറത്തെവിടെയെങ്കിലും കാണും, പോയി നോക്ക്. ഇന്നലത്തെ ഭജനയും കോലാകാലവും ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ കിടന്ന് നല്ല ഉറക്കമായിരിക്കും. സ്വാമിമാരായതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട, നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. ഡാഡി, നന്ദിനിയെ കണ്ടോ? അവര് മൂന്നുപേരും രാവിലെ തന്നെ പോയി. എങ്ങോട്ട്? പഴനിക്ക്. പളനിയിലോ? അതെന്താ ആരോടും പറയാത്ത? എന്നെ തന്നെ വെളുപ്പിന് വിളിച്ചുണർത്തിയാ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്താ ഞങ്ങളോട് പറയാതിരുന്നേ? സൂര്യ എന്നോടൊരു കാര്യം പറഞ്ഞു, അത് സത്യമാണെന്ന് എനിക്കും തോന്നി. അവര് യാത്രയാവാൻ നേരത്ത് ഇവിടെ എന്തെങ്കിലും കലഹം ഉണ്ടായാ അതവരുടെ യാത്രയെ ബാധിക്കില്ലേ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് അവനെ ഉറപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ആ അങ്കിള് പിന്നെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. ഇതിൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ വിജയ്. അവര് പഴനിമലയ്ക്ക് പോവാൻ മാലയിട്ടു, പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് അവരങ്ങോട്ട് പോയി. അതിലെന്താ? ഡാഡിക്കെല്ലാം നിസാര. ഇറങ്ങി പോകുന്ന നേരത്തും മമ്മിയെ അവഗണിച്ചാല് ഡാഡിക്ക് സന്തോഷാവുമല്ലോ. അതെന്തിനാ മോളെ അങ്ങനെ വേർതിരിച്ച് സംസാരിക്കുന്നത്? അവര് പോയത് നിങ്ങൾ 4 പേരും അറിഞ്ഞില്ല. പിന്നെ അതിൽ പത്മയ്ക്ക് മാത്രം എന്താ പ്രത്യേകിച്ച് ഒരു അവമാനം? ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഈ അവമാനത്തിന്റെ കണക്ക് പറച്ചിലൊക്കെ അവരിറങ്ങാൻ നേരത്ത് നിങ്ങൾ ആവർത്തിക്കുമായിരുന്നില്ലേ? അപ്പൊ ആരോടും പറയാതെ അവര് പോയത് തന്നെയാ നല്ലത്. എന്തായാലും മാലയിട്ടല്ലേ, ആ വ്രതം കൃത്യമായിട്ട് പൂർണ്ണമാക്കായിരുന്നു. അവൻ അടുത്ത വർഷവും പോകുന്നുണ്ട്. അങ്ങനെ സൂര്യ എന്നോട് പറഞ്ഞത്. അടുത്ത വർഷം എന്നോടും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. കഴുത്തില് മാല കിടക്കുമ്പോഴെങ്കിലും വൈരാഗ്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുമല്ലോ, അല്ലേ? മമ്മി, അവര് പോയതോ പോവാത്തതോ അല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഒരു ചായ കുടിക്കണ്ടേ? അതിപ്പോ എങ്ങനെയാ? അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട്? നീ പോയൊരു ചായ ഇട്. ഞാനോ? അതെന്താ മോളെ അതിലൊരു ഞെട്ടല്? അവര് 2-3 ദിവസം ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ചെല്ല, പോയിട്ട് വാ. മമ്മി, എന്നെ കൊണ്ട് പറ്റില്ല. ആർക്കാ വേണ്ടെന്ന് വെച്ചാ അവര് പോയിട്ടെ. പറ്റില്ല. നിന്നോട് ചായ ഇടാൻ പറഞ്ഞ നീ ചായ ഇടണം. ഇന്ദ്രജേ, വേണമെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. ചെല്ല്, പറയുന്ന കേക്ക്. ചായ കുടിക്കാൻ റെഡിയായി നിന്നോളൂ. എല്ലാം തയ്യാറാക്കി ഡൈനിങ് ടേബിളിലേക്ക് എത്തുമ്പോ
അത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ മക്കൾക്ക് മനസ്സിലാവാറില്ലല്ലോ. 1-2 ദിവസം അതും പഠിക്കട്ടെ, അല്ലേ?